ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. എൻ്റെ ഒരു ദിനം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുന്നു, എൻ്റെ ഒരു സാധാരണ ദിവസം എങ്ങനെ കടന്നു പോകുന്നുമുള്ള ഒരു ഡെയിലി റുട്ടീൻ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയാൽ നീ അവിടെ എന്തെടുക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് നേരം പോകുന്നത്, നിനക്ക് കരക്കരാവുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കരക്കര മീൻസ് ഒരു തരം മിസ്സിങ് അനുഭവപ്പെടുക, നമ്മുടെ ഒരു ഏകാന്തത പിടിപ്പെട്ട പോലെ, എന്താ പറയുക, ഇതിന് മലയാളത്തിലൊരു വേർഡില്ല. അപ്പോൾ എൻ്റെ സാധാരണ ഒരു ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് നോക്കാം. കഴിയുന്നതും ഞാൻ സുബഹയ്ക്ക് മുന്നേ എണീക്കാൻ ശ്രമിക്കാറുണ്ട്. പല്ലൊക്കെ തുടച്ചു, ഒളൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഓരോ വിളിക്കണം. ഓരോ വിളിക്കാന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും എണീക്കൂല. നമ്മൾ വിളിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കിടത്താണ്. നമ്മൾ ഇല്ലെങ്കിൽ അലാറം വെച്ച് നേരെ എണീറ്റോളും. അതിനിപ്പം ഞാൻ ഇത്രയൊക്കെ വിളിക്കാറുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കാറില്ല. ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ വിശ്വസിച്ചോളും. ഇതാ എനിക്ക് ഇതാ എനിക്കുന്നില്ലേ സുബിയായി, എനിക്കുന്നില്ലേ? എനിക്കുള്ളോ? ഏയ് നിസ്കാരം ദുആക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവർ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് വെള്ളം ചൂടാക്കണം. കാരണം ഞങ്ങൾ വെറും വയറ്റിൽ ആദ്യം വെള്ളം കുടിക്കും. വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് മറിയം സൂറത്ത് ഓതും. ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ഹസ് നടക്കാൻ പോവും. ചിലപ്പോൾ ഞാൻ കൂടെ പോവും. മടി പിടിച്ചാൽ ഞാൻ പോവില്ല. എനിക്ക് വാട്സപ്പിൽ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. വല്ലപ്പോഴും സുബഹി നിസ്കരിച്ച് ഉറങ്ങാറുണ്ട്. പക്ഷേ ആ ഉറങ്ങിയാൽ അന്നത്തെ ദിവസം മടിയായിരിക്കും മൊത്തം. ഉറങ്ങിയില്ലെങ്കിൽ അന്നത്തെ ദിവസം നല്ല ഉന്മേഷമായിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനൊക്കെ നോക്കും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ രാത്രി ഒരു പ്ലാനും ഉണ്ടാവില്ല. രാവിലെ എണീറ്റിട്ട് ഉണ്ടാവും എന്ത് ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ബ്രെഡ് കൊണ്ടുവന്ന് സാൻഡ്വിച്ച് ആക്കും. ഇതിപ്പോൾ ഇച്ചിരി ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാക്രോണി ആക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും ബ്രേക്ക്ഫാസ്റ്റിന് പാൽ ചായ നിർബന്ധമാണ്. പാൽ ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ തലവേദന എടുക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ആൾ ഡ്യൂട്ടിക്ക് പോയി. ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. കഴുകിക്കഴിഞ്ഞ പാത്രങ്ങൾ ഫുള്ളായിട്ട് ആറിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഉള്ളിലോട്ട് വെക്കുക. നനവോട് കൂടിയിട്ട് വെക്കാറില്ല. അങ്ങനെ വെച്ചാൽ സ്മെല്ല് വരും. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞ് കുറച്ചും കൂടി ക്ലാസ്സൊക്കെ നോക്കും വാട്സപ്പിൽ. എന്നിട്ട് ഒരു 9 മണിയാകുമ്പോൾ ഉച്ചയ്ക്കുള്ള ചോറ് അടുപ്പത്ത് വെക്കും. തിളച്ച് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് കുക്കറിലോട്ട് മാറ്റും. ഈ സമയത്ത് അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് വാഷിംഗ് മെഷീനിലോട്ട് ഇടും. ഇനി ഒന്ന് മൊത്തം ക്ലീൻ ചെയ്യണം. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. ഇനി പുറത്തു നിന്ന് തലേ ദിവസം ആറാനിട്ട ഡ്രസ്സൊക്കെ എടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ അലക്കിയെടുത്ത ഡ്രസ്സൊന്ന് ആറാനിടണം.
അപ്പോൾ ഇനി പുറത്തുനിന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇപ്പോൾ തന്നെ മടക്കി വെക്കാമെന്ന് വെച്ചു. എല്ലായ്പ്പോഴും അപ്പോൾ തന്നെ മടക്കി വെക്കൂല, ചിലപ്പോൾ ചെയറിൽ തന്നെ ഉണ്ടാവും. ഈവനിങ് ആ മറ്റും ആയിരിക്കും മടക്കി വെക്കുന്നത്. പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് കുളിച്ചിട്ടില്ലെങ്കിൽ ഈ ഡ്രസ്സൊന്നും ഞാനങ്ങനെ തൊടാനൊന്നും പോവില്ല. ഇതിപ്പോൾ കുളിച്ച് വന്നത് കൊണ്ട് വൃത്തിയായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒന്ന് ഇതൊക്കെ മടക്കി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ട്. ഇനി ചോറിനുള്ള കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ ഇന്നുച്ചക്കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് വെണ്ടക്ക തോരനും പരിപ്പ് കറിയാണ്. ഞാൻ മാത്രമേ ചോറ് കഴിക്കാനുള്ളൂ. വല്ലപ്പോഴും ഹസ്ബൻഡ് ഉണ്ടാകും ചോറ് കഴിക്കാൻ. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഞാൻ മീനൊക്കെ പൊരിക്കും. എനിക്ക് മാത്രമായിട്ട് ഞാൻ മീൻ പൊരിക്കാറില്ല. ഈ വെണ്ടക്ക തോരൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി പരിപ്പ് വെന്തിട്ടുണ്ട്, അതൊന്ന് താളിച്ചെടുക്കാനുണ്ട്. ഈ പരിപ്പ് കറി ഞങ്ങളെ നാട്ടിൽ വെക്കുന്ന ഒരു നാടൻ സ്റ്റൈലാണ്. ചുവന്ന മുളകൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ മറ്റ് ചുവന്ന പരിപ്പില്ല, അതാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. ഞാൻ കുക്കറിൽ ഒരു വിസിലിട്ട് വേവിക്കും. എന്നിട്ട് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഞങ്ങൾ താളിക്കുക. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി കുക്കറിലുള്ള ചോറെടുത്ത് തിളപ്പിച്ച് വാർക്കണം. അപ്പോൾ എൻ്റെ ലഞ്ച് ഞാൻ കഴിക്കാൻ പോവാണ്. ചോറും വെണ്ടക്ക തോരനും പരിപ്പ് കറിയും അച്ചാറും വേറൊരു സാധനം കൂടിയുണ്ട്, കക്കിരിക്ക ഇതുപോലെ മുറിച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചോറിന് കൂട്ടും. എനിക്കിങ്ങനെ കൂട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇത്രയും സംഗതി ഉണ്ടെങ്കിൽ നല്ലൊരു ഊണായി. എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മധുരം നിർബന്ധമാണ്. ഇതിപ്പോൾ തലേദിവസം ആക്കി വെച്ച പുഡിങ്ങാണ്, ഡേറ്റ്സ് പുഡിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡേറ്റ്സ് പുഡിങ്. ഒരു ചിക്കുവിൻ്റെ ടേസ്റ്റൊക്കെ വരുമല്ലോ ഡേറ്റ്സ് പുഡിങ്ങിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ എഡിറ്റിംഗ് ചെയ്യാനിരിക്കും. എഡിറ്റിംഗ് ചെയ്യാനിരുന്നാൽ അത് പിന്നെ അസർ വരെ ആയി, ഒരു 4 മണി വരെയൊക്കെ എഡിറ്റിങ്ങിൽ തന്നെയാവും. ഉറങ്ങിയാലും അങ്ങനെ തന്നെയാണ്. ഒരു 4 മണിയാകുമ്പോൾ എണീക്കും ഞാൻ. എഡിറ്റിംഗ് മാത്രമല്ല, ഈ സമയത്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് അതൊക്കെ തുറന്ന് നോക്കാറുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് പിന്നെ നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ അതിൽ ഉണ്ടാവുമല്ലോ, എന്തായെങ്കിലും പണീൻ്റെ ഇടയ്ക്കൊക്കെ അതൊക്കെ തുറന്ന് നോക്കാറുണ്ട്. പിന്നെ കിടന്നിട്ടാണെങ്കിലും ഫേസ്ബുക്കൊക്കെ തുറന്ന് ചിലപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും. എഡിറ്റിംഗ് ഒന്നും ചെയ്ത് മടി പിടിച്ചിരിക്കും. അസ്ര നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് സാധനം വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. മല്ലിയില, പഴം, ചിക്കൻ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങിയത്. രാത്രിക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് അയല നേരത്തെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുളകൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ചു. ഒരു 6 മണിയാകുമ്പോൾ ഹസ്ബൻഡ് എത്തും. അപ്പോൾ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ഉള്ളത് കൊണ്ട് ബ്രെഡ് റോസ്റ്റ് ആക്കാമെന്ന് വെച്ചു. മുട്ടയും പാലും പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്ററിൽ നമ്മൾ മുക്കിയിട്ട് നെയ്യ് ഒഴിച്ച് പൊരിച്ചെടുക്കുന്ന സംഭവം. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനതിന് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുറിച്ചെടുത്ത ഭാഗമൊന്നും കളയത്തില്ല കേട്ടോ, അതുപയോഗിച്ച് വേറൊരു സ്നാക്ക് ഉണ്ടാക്കും. അതുപോലെ രാത്രിക്ക് കടലക്കറിയാണ്, അത് രാവിലെ ഞാൻ കുതിർത്തിയിരുന്നു, അത് അപ്പുറത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് റോസ്റ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി മുറിച്ചെടുത്ത കഷ്ണങ്ങളുണ്ടല്ലോ ബ്രെഡിൻ്റെ, അത് ഉപയോഗിച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കണം. ബാക്കി വന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് ഈത്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്നാക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് ഈത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ഈത്തപ്പഴമാണ്, കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഈത്തപ്പഴമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജ്യൂസിൻ്റെ ജാറിൽ ജസ്റ്റ് ഇട്ട് തിരിച്ചാൽ തന്നെ അത് അരഞ്ഞ് കിട്ടും. വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലോട്ട് ഞാൻ നേരത്തെ നമ്മൾ ബ്രെഡിന് റോസ്റ്റാക്കാൻ തയ്യാറാക്കിയ കുറച്ച് ബാറ്റർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിലോട്ട് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അത് അടിക്കേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. എന്നിട്ടതൊരു പാനിൽ ഞാൻ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സംഭവം നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുകളിലോട്ട് ക്രഷാക്കി വെച്ച കുറച്ച് നട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് മറിച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. ഇനി ചായ വെക്കണം.
അപ്പോൾ ചായക്ക് കുടിച്ചു കഴിഞ്ഞു. ഇനി രാത്രിയിലേക്കുള്ള ഫുഡാക്കണം. രാത്രിയിലേക്ക് കൽത്തപ്പാണ് ഉണ്ടാക്കുന്നത്. കടല നേരത്തെ വേവിച്ചിരുന്നു, അത് കറിയാക്കി എടുക്കണം. മീൻ പൊരിക്കാനും ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഗ്യാസൊക്കെ ക്ലീൻ ചെയ്യണം. വാഷ് ബേസിൽ നിറയെ പാത്രങ്ങളുണ്ട്. ചായ കുടിച്ച പാത്രം അടക്കം അവിടെ കഴുകാൻ ബാക്കിയിരിപ്പുണ്ട്. അതൊക്കെ കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ലേശം ഫ്രൂട്ട്സൊക്കെ കഴിക്കും. കഴിയുന്നതും ഞങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാറാണ് പതിവ്, ഒരു 10-11 മണിയാകുമ്പോൾക്ക്. എന്നാൽ എല്ലാ ദിവസവും ഇതുപോലെ ഉണ്ടാവില്ല. ചിലപ്പോൾ രാത്രി ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവും. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ തന്നെ 12 മണിയൊക്കെ ആവും ചിലപ്പോൾ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ലേറ്റാവും കിടക്കുന്നത്. അതുപോലെ തന്നെ വീക്കെൻഡിൻ്റെ അവസ്ഥയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്. പുറത്തോടും പോയാൽ 1 മണിയൊക്കെ ആവും ചിലപ്പോൾ രാത്രിക്ക് വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഓരോ ദിവസം നമ്മൾ എത്ര നേരത്തെ ഉറങ്ങുന്നു അതുപോലെ ഉണ്ടാവും പിറ്റേ ദിവസത്തെ അവസ്ഥ. നമ്മൾ വൈകി കിടന്നതാണെങ്കിൽ പിറ്റേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ.